ഒരു പെണ്ണിനേക്കായി ആണെപ്പോഴും ഉയർന്നു നിൽക്കുന്നവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാ കാര്യത്തിലും ഒരാണ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നും ആണ് പെണ്ണിനേക്കാൾ മുന്നിൽ തന്നാണ്. ആണിനുണ്ടാകുന്ന പവറൊന്നും പെണ്ണിനൊരിക്കലും ഉണ്ടാകത്തില്ല. ആണെപ്പോഴും പവർഫുൾ തന്നെയാണ്. ആണിനെ അംഗീകരിക്കാത്ത പെണ്ണുങ്ങളും അംഗീകരിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. ഇതെന്താണ് ഞാൻ പറയാൻ കാരണം എന്നാൽ, ഇത്രയും പവർഫുള്ളായ നിങ്ങൾ എന്തിനാണ് ഇത്രയ്ക്കും ചീപ്പാവുന്നത്? എന്തിനാണ് ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നത്? നിങ്ങൾക്കൊരു ക്വാളിറ്റി ഇല്ലേ? അത് എന്തിനാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? ഒത്തിരി പറയാനുണ്ട്. ഞാൻ വളരെയധികം മര്യാദയ്ക്കും മാന്യതയോടുമാണ് സംസാരിക്കുന്നത്. കാരണം വളരെ മോശമായിട്ട് അഭിപ്രായമാണ് എനിക്ക് ആണുങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ എൻ്റെ മനസ്സിൽ ആണുങ്ങൾ എപ്പോഴും പവർഫുള്ളാണ്. ഒന്നോ രണ്ടോ ആണുങ്ങൾ പവർഫുള്ളായി നിൽക്കും, വളരെ കുറച്ച് മാത്രം. ബാക്കിയെല്ലാം എന്തൊക്കെ അനാവശ്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? നിങ്ങളൊരാണാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പെണ്ണുണ്ടാവും. നിങ്ങൾക്ക് മാത്രം സാധിക്കാൻ പറ്റാത്തത് പെണ്ണും കൂടെ ചേർന്ന് സാധിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആണാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെണ്ണുണ്ടാവും. പെണ്ണിനെ കിട്ടും. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോരെ. എന്തിനാണ് അടുത്തവൻ്റെ ഭാര്യയെ അടുത്ത അവിടെ ഇവിടെ കിടക്കുന്ന കുപ്പ പെണ്ണുങ്ങളല്ല നിങ്ങൾക്ക്? നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ മാന്യതയെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാണ് നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നത്? എന്ത് കാര്യത്തിനാണ്? പെണ്ണ് മാത്രമാണോ ലോകം? പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് അതാണോ ലോകം? ഈ ഉള്ള ടൈം ഇങ്ങനെയൊക്കെ മാനസിക രോഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നല്ല ആണുങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് അച്ഛനുണ്ട്, ആങ്ങളയുണ്ട്, ഭർത്താവുണ്ട്, 2 ആൺമക്കളുണ്ട്. അപ്പം ആണ് എന്താണെന്ന് നല്ലതായിട്ട് അറിയാലോ, എല്ലാവർക്കും അറിയാം. ഇനി വീട്ടിലൊക്കെ ഒരു ക്യാരക്ടർ കാണിച്ച് വെളിയിൽ വേറൊന്ന് കാണിക്കുന്നതാണോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്കൊരു പവറുണ്ട്. അത് വല്ല പെണ്ണുങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് അടിയുറവ് വെക്കാനുള്ളതല്ല. ജസ്റ്റ് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി എന്തിനാണ് നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കായിട്ടുള്ള ഒരു പവർ, അത് എങ്ങനെയാണ് മലയാളത്തിൽ നല്ലതായിട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈ പവർ എന്ന് യൂസ് ചെയ്യുന്നത്, നശിപ്പിച്ച് കളയുന്നത്. ഒരുപാട് പറയാനുണ്ട്. ബാക്കി ഞാൻ പിന്നെ വന്നിട്ട് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. ആരും എന്നോട് പേര് പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ അനുവദിക്കരുതെന്നല്ല, ഇടയുണ്ടാക്കരുത്. കാരണം ആരെയും അവമാനിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനൊരവസ്ഥ കൊണ്ടുവരരുത്. പേടിയൊന്നുമില്ല കേട്ടോ. പല ആൾക്കാരും ഇതൊക്കെ പറയാനായിട്ട് പേടിക്കും. നമ്മുടെ അക്കൗണ്ട് പോവോ, നമുക്ക് എന്തോരം പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ. എനിക്കങ്ങനൊന്നുമില്ല. പോയാൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ക്യാരക്ടറാണ് ഞാൻ. വളരെയധികം വേദനിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് തന്നെ മാനക്കേട്, ഒരു അപമാനം ഉണ്ടാവുക. കാരണം നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡുണ്ട്, കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പം ആണുങ്ങൾ എന്താണ് ഇത്ര ചീപ്പായി പോകുന്നതെന്ന് തോന്നുമ്പോഴേ അതുകൊണ്ടൊന്ന് പറയുന്നതാണ്. ആർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാണുന്നവർക്ക് മനസ്സിലാവുമല്ലേ? പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കുറച്ച് ഞാൻ ഒരു ചെറിയ കുട്ടിയല്ല. നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ സംസാരവും രീതികളും എന്നെ കണ്ടാൽ അറിയാലോ. ഞാൻ ഒരു കൗമാരക്കാരിയോ ഒരു നല്ല ചെറുപ്പക്കാരിയോ അല്ല. കൗമാരവും ചെറുപ്പവും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം എന്നെ മുത്തേന്ന് വിളിച്ചാലോ, എന്നെ ചക്രയെന്ന് വിളിച്ചാലോ, മോളേന്ന് വിളിച്ചാലോ എനിക്കൊന്നുമില്ല, ഒരു സുഖം കിട്ടത്തില്ല. അതല്ല നിങ്ങൾ വേറെ
എന്തിനാണെന്നെല്ലാം വിളിക്കുന്നത്. വീട്ടിൽ ഇപ്പോൾ ഭാര്യയില്ലേ, അമ്മയെ പോലും വിളിക്കുക. എൻ്റെ അമ്മ മുത്തല്ലേ എന്നൊക്കെ വിളിച്ച് സന്തോഷപ്പെടുക. കണ്ടവൻ്റെ ഭാര്യയെ പോയി മോളേന്ന് വിളിക്കുമ്പോൾ എനിക്ക് തിരിച്ച് പച്ചത്തെറി. എന്നെ മോളേന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആ വിളിയെല്ലാം വളരെ മോശം. മോളേന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. വന്ന് എന്നെ മോളേന്നോ ചക്കരേന്നോ മുത്തോന്നോ ഒക്കെ വിളിച്ചാൽ വിളിക്കുന്നതല്ല, എൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ പറയാം. വലുതായിപ്പോയി വീഡിയോ. എന്നെ കാണുന്നതേ 100 പേരാണ്. ശരി 10 പേരെങ്കിലും കാണാം. അവർക്ക് ബോറടിക്കാതിരിക്കട്ടെ.